ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിന്നുള്ള സി സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ 4 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യസഭയിലേക്കുള്ള പുതിയ എംപിമാരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനീതിക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ പ്രതീകമാണ് സദാനന്ദൻ മാസ്റ്ററെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ സുപ്രധാന ഘടകമാണ് സിംഗപ്പൂരെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാഷ്ട്രവികസനത്തിലെ യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് അടിസ്ഥാനമാക്കിയുള്ള ടാലന്റ് ഹണ്ട് കരുത്തേകുമെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ. ഇന്ത്യൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൌത്യത്തിന്റെ മടക്കയാത്ര നാളെ ആരംഭിക്കും. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ നിർമ്മിത ബുദ്ധിയിലൂടെ സംയോജിപ്പിക്കുന്നതിൽ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ അംഗീകരിച്ച് ലോകാരോഗ്യ സംഘടന. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിന്നുള്ള സി സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ 4 പേരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ സി സദാനന്ദൻ മാസ്റ്റർ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ അക്രമത്തിനിരയായ അദ്ദേഹത്തിന് 2 കാലുകളും നഷ്ടപ്പെട്ടിരുന്നു. പ്രശസ്ത അഭിഭാഷകൻ ഉജ്വൽ ദേവ്റാവു നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഗ്ല, ചരിത്രകാരി ഡോക്ടർ മീനാക്ഷി ജെയിൻ എന്നിവരും നാമനിർദ്ദേശം ചെയ്തവരിൽ ഉൾപ്പെടുന്നു. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം എന്നിവയിലെ സംഭാവനകൾ പരിഗണിച്ചാണ് തീരുമാനം. നാമനിർദ്ദേശം സംബന്ധിച്ച വിജ്ഞാപനം ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത 4 പേരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേരളത്തിൽ നിന്നുള്ള സി സദാനന്ദൻ മാസ്റ്ററിന്റെ ജീവിതം ധൈര്യത്തിന്റെയും അനീതിക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെയും പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അധ്യാപകൻ, സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ. അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമാണ് നിലവിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷനായ സി സദാനന്ദൻ മാസ്റ്റർ. കണ്ണൂരിലെ രാഷ്ട്രീയ അതിക്രമങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് അദ്ദേഹം. കണ്ണൂർ മട്ടന്നൂർ പെരിഞ്ചേരി സ്വദേശിയായ സദാനന്ദൻ മാസ്റ്റർ ജന്മഭൂമി പത്രാധിപ സമിതി അംഗം, രാഷ്ട്രസേവാ സമിതി സെക്രട്ടറി, ഭാരതീയ വിചാരകേന്ദ്രം തൃശൂർ ജില്ലാ സെക്രട്ടറി തുടങ്ങി നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. തൃശൂർ പേരാമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി സർവീസിൽ നിന്നും വിരമിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ടെമാസെക് ഹോൾഡിംഗ്സിന്റെ നിയുക്ത ചെയർമാൻ ടിയോ ചി ഹീനുമായും അദ്ദേഹം സംവദിച്ചു. ഇന്ത്യയിലെ പരിവർത്തന സാധ്യതകളെക്കുറിച്ചും നിക്ഷേപ അവസരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ സുപ്രധാന ഘടകമാണ് സിംഗപ്പൂരെന്ന് ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിംഗപ്പൂർ സന്ദർശനത്തിന് ശേഷം ശ്രീ ജയശങ്കർ ചൈനയിലേക്ക് പോകും. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് കഴിവുള്ള യുവജനതയെ കണ്ടെത്തി അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ അവസരം ഒരുക്കുകയാണ് മൻ കി ബാത് ടാലന്റ് ഹണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ. മൻ കി ബാത്തിനെ അടിസ്ഥാനമാക്കി മേര യുവ ഭാരത് സംഘടിപ്പിച്ച ടാലന്റ് ഹണ്ട് സീസൺ 5ന്റെ ഫൈനൽ മത്സരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കഴിവും നേതൃപാടവുമുള്ള യുവജനങ്ങളെ രാഷ്ട്ര വികസനത്തിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തിന് കരുത്തേകുന്നതാണ് ഈ ഉദ്യമമെന്നും ശ്രീമതി രക്ഷാ നിഖിൽ ഖഡ്സെ പറഞ്ഞു. केरला हमेशा देश के सेवा के लिए और लोगों की सेवा के लिए तत्पर रहा है. ऑल ओवर द कंट्री, ऑल ओवर द वर्ल्ड हम हमारे यूथ के टैलेंट के साथ इसे कैसे आगे लेके जा सकते हैं, इसलिए हम सभी को प्रयास करना है. केरला के बारे में मैंने सुना था, बट कल्चर वाइज बहुत अच्छा मुझे यहाँ पे लगा. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുടെയും ആക്സിയം 4 ദൌത്യത്തിലെ മറ്റു 3 ക്രൂ അംഗങ്ങളുടെയും മടക്കയാത്ര നാളെ ആരംഭിക്കും. വൈകുന്നേരം 4:30 അൺഡോക്കിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വൈകുന്നേരം 3 മണിയോടെ ക്രൂ തിരിച്ചെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. 14 ദിവസത്തെ ദൌത്യത്തിന് ശേഷമാണ് സംഘം മടങ്ങുന്നത്. ബീഹാറിൽ 80.11% വോട്ടർമാരും എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജൂലൈ 25 മുമ്പ് തന്നെ ഫോമുകളുടെ ശേഖരണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിക്കേണ്ട കരട് വോട്ടർ പട്ടികയിൽ പേരുകൾ ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമായ രേഖകൾക്കൊപ്പം വോട്ടർമാർ ഫോമുകൾ സമർപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ചരക്ക് ട്രെയിനിന് തീപിടിച്ചു. അപകടത്തെ തുടർന്ന് ചെന്നൈയിൽ നിന്നുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. 8 ട്രെയിനുകൾ റദ്ദാക്കുകയും 5 ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. ഡീസൽ കയറ്റിവന്ന വാഗണുകൾക്കാണ് തീപിടിച്ചത്. ഇന്ധന ചോർച്ചയെ തുടർന്ന് പ്രദേശത്ത് ഭീഷണി പരന്നെങ്കിലും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പരിസര പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ 2024 പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സ്വീകരിച്ചു തുടങ്ങി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ യുവാക്കൾക്കിടയിൽ സഹിഷ്ണുത, രക്ഷാപ്രവർത്തനം, സഹകരണ മനോഭാവം, വേഗത്തിലുള്ള പ്രതികരണം എന്നിവ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള സാഹസിക രംഗത്തെ മികച്ച നേട്ടങ്ങളെയാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. അപേക്ഷകൾ ഈ മാസം 15 വരെ awards.gov.in എന്ന പോർട്ടൽ വഴി ഓൺലൈനായി സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോർഡ്സിൽ നടക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് 3-ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഇന്ന് 2ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. വൈകിട്ട് 3:30 മത്സരം. ഇന്നലെ 3ാം ദിവസം കളി നിർത്തുമ്പോൾ ഇംഗ്ലണ്ട് വിക്കറ്റൊന്നും നഷ്ടമാവാതെ 2 റൺസ് എന്ന നിലയിലാണ്. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ഇറ്റലിയുടെ യാനിക് സിന്നർ സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസിനെ നേരിടും. രാത്രി 8:30 മത്സരം ആരംഭിക്കും. വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ ഇഗ ഷ്യാൻടെക് സ്വന്തമാക്കി. ഇന്നലെ നടന്ന ഫൈനലിൽ യുഎസിന്റെ അമാൻഡ അനിസിമോവയെയാണ് ഇഗ പരാജയപ്പെടുത്തിയത്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ നിർമ്മിത ബുദ്ധിയിലൂടെ ആയുഷുമായി സംയോജിപ്പിക്കുന്നതിൽ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ അംഗീകരിച്ച ലോകാരോഗ്യ സംഘടന. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ സാങ്കേതിക വിദ്യയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള രാജ്യത്തിന്റെ സമർപ്പണത്തിന്റെ തെളിവാണ് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമെന്ന് കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. അടുത്ത മാസം 1 മുതൽ യൂറോപ്യൻ യൂണിയൻ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ സാധനങ്ങൾക്കും 30% നികുതി ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനത്തിനെതിരെ വ്യാപക പ്രതിഷേധവുമായി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ രംഗത്തെത്തി. നികുതി വർധനവ് പണപ്പെരുപ്പത്തിന് ആക്കം കൂട്ടുകയും വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ പറഞ്ഞു. ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് രാജ്യം എപ്പോഴും തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഗ്ചി. ചർച്ചകൾ പുനരാരംഭിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെയോ മറ്റ് കക്ഷികളുടെയോ നേതൃത്വത്തിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കില്ലെന്ന് ഉറപ്പു നൽകണമെന്ന് വിദേശ അംബാസഡർമാരുമായും പ്രതിനിധികളുമായും നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം വിശദീകരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടിയിലെ സംസ്ഥാനതല പ്രതിനിധികളുടെ യോഗം ഈ മാസം 19 വിളിച്ചു ചേർക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലാണ് യോഗം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായി. വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ മുഴങ്ങിയ അന്തരീക്ഷത്തിൽ ക്ഷേത്രമുറ്റത്ത് ആനക്കുട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വിളക്ക് കൊളുത്തി മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒക്ടോബർ 2 വരെ 80 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇത്തവണത്തെ വള്ളസദ്യക്കാലം. ലോകമെമ്പാടും മണൽക്കാറ്റുകളുടെയും പൊടിക്കാറ്റുകളുടെയും വർദ്ധിച്ചുവരുന്ന ഭീഷണി കണക്കിലെടുത്ത് 2025 മുതൽ 2034 വരെയുള്ള ഒരു ദശാബ്ദം ഈ പ്രതിഭാസത്തെ നേരിടുന്നതിനുള്ള പ്രത്യേക പ്രവർത്തന കാലഘട്ടമായി ഐക്യരാഷ്ട്ര പൊതുസഭ പ്രഖ്യാപിച്ചു. മണൽ പൊടിക്കാറ്റുകൾക്കെതിരായ അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഈ സുപ്രധാന തീരുമാനം. കേരളത്തിലും കർണാടകയുടെ തീരപ്രദേശങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ ഭാഗത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ശസ്ത്രക്രിയയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന സുശ്രുതയുടെ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ 3 ദിവസത്തെ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. സെമിനാറിന്റെ ഭാഗമായി ജനറൽ സർജറികൾ, അനോറെക്ടൽ സർജറികൾ, യൂറോ സർജിക്കൽ കേസുകൾ എന്നിവയുൾപ്പെടെയുള്ള തത്സമയ ശസ്ത്രക്രിയാ രീതികൾ നിരീക്ഷിക്കാനും പഠിക്കാനും അവസരം നൽകും. റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ പേൾസ് ആഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നടന്ന അഴിമതി കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 762.47 കോടി രൂപയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടി. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, മഹാരാഷ്ട്ര, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ED പരിശോധന നടത്തിയത്. PSCLലെ ഡയറക്ടർമാരും പ്രൊമോട്ടർമാരും നിക്ഷേപകരിൽ നിന്ന് ഏകദേശം 48,000 കോടി രൂപ സ്വരൂപിച്ച് ദുരുപയോഗം ചെയ്തുവെന്ന് ED അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ നിന്നുള്ള C സദാനന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ 4 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യസഭയിലേക്കുള്ള പുതിയ MPമാരെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അനീതിക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ പ്രതീകമാണ് സദാനന്ദൻ മാസ്റ്ററെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ സുപ്രധാന ഘടകമാണ് സിംഗപ്പൂരെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. രാഷ്ട്രവികസനത്തിലെ യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് അടിസ്ഥാനമാക്കിയുള്ള ടാലന്റ് ഹണ്ട് കരുത്തേകുമെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ. ഇന്ത്യൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൌത്യത്തിന്റെ മടക്കയാത്ര നാളെ ആരംഭിക്കും. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ നിർമ്മിത ബുദ്ധിയിലൂടെ സംയോജിപ്പിക്കുന്നതിൽ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ അംഗീകരിച്ച ലോകാരോഗ്യ സംഘടന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.